നമസ്കാരം, ഞാൻ ജിബിനാണ്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടതുകൊണ്ടാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നിഫ്റ്റി നോക്കുമ്പോൾ നിഫ്റ്റി എപ്പോഴും നമ്മളൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തൊട്ട് തലേ ദിവസത്തെ 2 ദിവസത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് ആയിരുന്നു. 11-ാം തീയതിയിലെയും അതുപോലെ 12-ാം തീയതിയിലെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുള്ളിഷാണ്. അതിന് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ നല്ല ബുള്ളിഷ് ആണ് മാർക്കറ്റ് നിൽക്കുന്നത്, അല്ലെ? അപ്പം ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് കോളിലാണ് നമ്മളൊരു ട്രേഡ് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കോളിൽ നമുക്ക് നോക്കാവുന്നതാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് മാർക്കറ്റിലേക്ക് വരുമ്പോൾ കോളിലാണ് പരിഗണിക്കേണ്ടത്. അപ്പം ഇന്നത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ ക്യാൻഡിലാണ് ഇന്നത്തെ ഡെയിലി ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇന്ന് വൈകുന്നേരമാണ് ആ ഒരു ക്യാൻഡിലിന്റെ പൂർണ്ണ രൂപം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇന്ന് രാവിലെ നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. അപ്പം 12-ാം തീയതി അതേപോലെ 13-ാം തീയതി ഇനി നമുക്ക് ഓപ്ഷൻ ചാർട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഓക്കെ, 11-ഉം 12-ഉം നിഫ്റ്റി ബുള്ളിഷ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11-ാം തീയതി അതിനേക്കാട്ടില് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ ബാക്കിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു 6-ാം തീയതിന് ശേഷം മാർക്കറ്റ് 7-ാം തീയതി മുതൽ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ്, ഒരു സ്ട്രക്ചർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ 6-ാം തീയതി ഇവിടെ ഉണ്ടായിരുന്ന 5, 6 4, 6, 7 എന്താണ് ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആയിരുന്നു. ഡൗൺ ട്രെൻഡ് മാർക്കറ്റിന് സത്യത്തിൽ ഒരു ക്യാരക്ടർ ചേഞ്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, അല്ലെ? ഒരു ക്യാരക്ടർ ചേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു താഴോട്ട് വന്നുകൊണ്ടിരുന്ന മാർക്കറ്റിന്റെ, ഡൗൺ ട്രെൻഡ് മാർക്കറ്റിന്റെ ലോവർ ഹൈ എന്ന് പറയുന്നത്, അല്ലെ? ആ ലോവർ ഹൈ നമുക്ക് ക്യാരക്ടർ ചേഞ്ച് നമുക്കിവിടെ 12-ാം തീയതി കിട്ടി, അല്ലെ? അപ്പൊ ആ ഒരു ഡൗൺ ട്രെൻഡ് മാറി അതിന്റെ സ്ട്രക്ചർ ചേഞ്ച് ആയി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അതിവിടെ കണ്ടപ്പോ ഒന്ന് കുറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ട്രേഡിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പൊ 12-ാം തീയതി അതേപോലെ 11-ാം തീയതി ഒക്കെ എന്താണ് മാർക്കറ്റ് അപ് ട്രെൻഡ് മൂഡിലേക്ക് മാറി. 12-ാം തീയതി കറക്റ്റ് കൺഫർമേഷൻ തന്നു, അപ് ട്രെൻഡ് മൂഡിലേക്ക് മാറി. അപ്പൊ നമ്മൾ ഇനി കോളിലാണ് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, അല്ലെ? പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് 13-ാം തീയതി മാർക്കറ്റ് ഒരു രാവിലെ തന്നെ ഓപ്പണിംഗിൽ ഒരു സെല്ലേഴ്സിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസൻസ് ഉള്ള ഒരു ക്യാൻഡിലോട് കൂടി മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിരുന്നു. ഇതൊരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരു സെല്ലേഴ്സിന്റെ കൺഫർമേഷൻ കൂടി ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്യും. ആ ക്യാൻഡിൽ എന്താണ് സത്യത്തില് ഒരു അപ് ട്രെൻഡിൽ പൊയ്ക്കൊണ്ടിരുന്ന മാർക്കറ്റിന്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് ഇവിടെ സംഭവിച്ചു, അല്ലെ? ക്യാരക്ടർ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും വെയിറ്റ് ചെയ്യണം. സത്യത്തില് മാർക്കറ്റിന് ഡൗൺ ട്രെൻഡിലേക്ക് പോകാം, അല്ലെങ്കിൽ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തും പോകാം. അപ്പൊ നമ്മൾ അത് എന്താണ് ട്രെൻഡിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ക്യാരക്ടർ ചേഞ്ച് ഇവിടെ നമുക്ക് ഫോളിൽ തന്നത് കൊണ്ട് മാത്രം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പുട്ടിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. പുട്ടില് സംഭവിച്ചു നോക്കുകയാണെങ്കിൽ ഇത് പുട്ടില് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11-ാം തീയതി മുതൽ ഇങ്ങോട്ടൊരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റാണ്, അല്ലെ? അപ്പൊ 12-ാം തീയതി അതായത് ഇന്നലെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സ്റ്റഡി ചെയ്യാം. മാർക്കറ്റ് ഇവിടെ ഒരു ജസ്റ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ തന്നു. ആ സപ്പോർട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്തു. വീണ്ടും എന്താണ് ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്തു. മാർക്കറ്റ് ഇവിടെ ഒന്ന് പിടിച്ചു നിർത്താൻ ശ്രമിച്ചതുപോലെ ഇവിടെയും ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിച്ചു. അവിടെ ജസ്റ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ് ആ സപ്പോർട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഞാൻ ഈ റേഞ്ച് ഒന്ന് മാറ്റുകയാണ്. എന്നിട്ടത് ഇതിലൊരു സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസ് ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ഔട്ട്. അതായത് ഈ ഒരു ക്യാൻഡിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ സെല്ലേഴ്സിന് കൺഫർമേഷൻ കൊടുത്തുകൊണ്ടുള്ള ക്യാൻഡിലുകളാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്, അല്ലെ? അതായത് സെല്ലേഴ്സ് അപ്പൊ എന്തായിരിക്കും വിചാരിക്കുന്നത്, അവര് സെല്ല് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഈ ഒരു ലെവലിൽ നിന്നൊക്കെ അവർ സെല്ല് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും, അല്ലെ? അവർ ഓപ്ഷൻസിന്റെ ചാർട്ട് സെല്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് ഒക്കെ, അല്ലെ? അപ്പം സെല്ലേഴ്സ് വിചാരിക്കുന്നത് അവർക്ക് ഇനിയും മാർക്കറ്റ് താഴേക്ക് പോകും എന്നാണ് അവർ ഈ ഒരു ക്യാൻഡിലൊക്കെ വിചാരിക്കുന്നത്, അല്ലെ? മാർക്കറ്റ് അപ്പൊ അവരത് ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അവരുടെ ഒരു ട്രയൽ ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ, നമ്മളൊരു ട്രേഡ് എടുത്ത് ട്രയൽ ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് ഒന്നെങ്കിൽ ഈ ഒരു ഏരിയയിലും അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ, സെല്ലേഴ്സിന്റെ കൺസെപ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ അവരുടെ സിംഗിൾ ലോ വരുന്നത് ഈ ഒരു ഏരിയയാണ്. അത് സിംഗിൾ ലോ എന്ന് നമ്മൾ എപ്പോഴും വെക്കാറുള്ളത് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ലോവർ ഹൈ ആയിരിക്കും വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതല്ലേ ലോവർ ഹൈ. അപ്പൊ ആ ഏരിയയിലായിരിക്കും അവരുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കുന്നത്, അല്ലെ? അപ്പൊ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് പോവുകയാണെന്ന് ഇവിടെ കൺഫർമേഷൻ കൊടുക്കും. പക്ഷെ മാർക്കറ്റ് വീണ്ടും അവിടെ സ്ലോ ചെയ്തു പിടിച്ചു നിന്നു. ഇവിടെ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും
ഇവിടെ ഉണ്ടായിരുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ജസ്റ്റ് ഒരു വീക്ക് ഔട്ടുള്ള ഒരു ക്യാൻഡിൽ കൊണ്ട് ജസ്റ്റ് ബ്രേക്ക് ഔട്ട് കാണിച്ചു. ആ ബ്രേക്ക് ഔട്ട് ഒരു വീക്ക് കൺഫർമേഷൻ ആണ്, ആ ക്യാൻഡിലിന്റെ വലിപ്പം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇനി ഇന്ന് ഓപ്പണിംഗിൽ 9:15 സംഭവിച്ചത് എന്താണ്? ആ ഒരു ക്യാൻഡിൽ, ഒരു സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസൻസ് ഉള്ള ഒരു ക്യാൻഡിൽ കൊണ്ട് ഇന്നലെ ഉണ്ടാക്കിയിരുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് നടത്തി. ആ ഒരു ബ്രേക്ക് ഔട്ട് സ്വാഭാവികമായിട്ടും ഇവിടെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നതൊക്കെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും അല്ലെ? സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റ് ആയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും അല്ലെ? അപ്പം സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. അതേസമയം കോളിൽ ഞാൻ പറഞ്ഞ എന്താണ്, ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിന് ഇവിടെ ക്യാരക്ടർ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ കോളിൽ നമുക്കൊരു ട്രേഡ് സിഗ്നൽ തൽക്കാലത്തേക്കില്ല. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ്, ഒരു ബയേഴ്സിന്റെ ഒരു അതിപ്രസരണം നമ്മളിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ? ഇവിടെ മാർക്കറ്റ് സ്ലോ ആയി നിന്നതിന് ശേഷം അവിടെ താൽക്കാലികമായിട്ടായിരുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് നടത്തി. പക്ഷേ ഇതൊരു താൽക്കാലികമായ രീതിയിൽ ഒരു ക്യാരക്ടർ ചേഞ്ച് ആണ്. നിഫ്റ്റിയൊക്കെ നോക്കുമ്പോൾ ഓവറോൾ ഒരു ബുള്ളിഷ് വ്യൂവിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഈ ഒരു ക്യാൻഡലിന്റെ കൺഫർമേഷനിലെ പുറത്ത് നമ്മളൊരു ജസ്റ്റ് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതിന്റെ ഒരു സിംഗിൾ ലോ എന്ന് പറയുന്നത്, ഇപ്പം സെല്ലേഴ്സിന്റെ കൺസെപ്റ്റിൽ ഒരു സിംഗിൾ ലോ ഞാൻ ഇവിടെ പറഞ്ഞു, അതേപോലെ ബയേഴ്സിന്റെ കൺസെപ്റ്റിൽ സിംഗിൾ ലോ എന്ന് പറയുന്നത് ഈ ഒരു ലെവലൊക്കെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഏറ്റവും താഴത്തെ ലോ എന്ന് പറയുന്നത് 69.10 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എൻട്രി വരുന്നത് ഒരു 79 അല്ലെങ്കിൽ 80, ഒരു റൗണ്ട് ഫിഗറിൽ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 80 നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ കൂടെ ഒന്ന് ജസ്റ്റ് മാറ്റി കാണിക്കാം. ഓക്കെ, അപ്പൊ 80 നമുക്ക് ഇവിടെ എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് അത്യാവശ്യം റിസ്ക് റിവാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. 2 നമുക്ക് അവിടെ തന്നിട്ടില്ല, പക്ഷെ 5 to 10 പോയിന്റ്സ് നമുക്ക് അവിടെ മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ട്രെൻഡിന് അഗെയിൻസ്റ്റ് ഉള്ള ഒരു ട്രേഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ മിക്കപ്പോഴും പ്രോഫിറ്റ് പോകുന്നത് ഒന്നെങ്കിൽ ഇവിടേക്ക് ആയിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്ന സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന ഏരിയ. ഈ ഒരു ഏരിയ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ അവിടെയൊക്കെ റീടെസ്റ്റിന് പോകാം. റീടെസ്റ്റിന് പോയിട്ട് മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വരുന്നതാണ് പതിവ്. അപ്പൊ ആ ഒരു ഏരിയയിൽ ആദ്യത്തെ ക്യാൻഡിൽ, ഈ ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയ ക്യാൻഡിൽ തന്നെ ആ ഒരു ഏരിയയിൽ റീടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവായി മാർക്കറ്റ് താഴേക്ക് വരികയാണ് അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയയിൽ വീണ്ടും നിൽക്കുമ്പോൾ ഒരുപാട് പ്രോഫിറ്റ് പ്രതീക്ഷിച്ച് നിൽക്കാതെ വരുമ്പോൾ മിനിമം പോയിന്റ് പ്രോഫിറ്റ് എടുത്ത് മാറുകയാണ് വേണ്ടത്. കാര്യം ഓവറോൾ നിഫ്റ്റി നോക്കുമ്പോൾ ബുള്ളിഷ് ആണ്, നമ്മള് ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആണ് ഇന്നത്തെ ഒരു ട്രേഡ് എടുത്തത്. ഇത് കണ്ടതുകൊണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് കരുതി. ഇനി നേരെ മറിച്ച് ഇനി നമുക്ക് കോളിൽ സത്യത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ ഇവിടെ പുട്ടില് നമുക്കൊരു ബയേഴ്സിന്റെ പ്രസൻസ് കാണിച്ച ഈ ഒരു ലെവലാണ്. അപ്പൊ ഈ ഒരു ലെവല് താഴേക്ക് ബ്രേക്ക് ചെയ്യണം. അതേസമയം കോളില് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസൻസ് കാണിച്ച ക്യാൻഡിൽ മുകളിലേക്കും ബ്രേക്ക് ഔട്ട് നടത്തണം. അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് ഇവിടെയൊക്കെ ആയിരുന്നു സെല്ലേഴ്സ് ഉണ്ടായിരുന്ന ഏരിയ, ആ ഒരു ഏരിയ കൂടെ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് കോളിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുള്ളൂ. അതിനുശേഷം എന്താണ്, അവിടെ ബ്രേക്ക് ഔട്ട് നടത്തി, അപ്പം ഇവിടെ ഉണ്ടായിരുന്ന ബയേഴ്സ് സ്ട്രോങ് ആയി. അപ്പൊ നമുക്ക് എൻട്രി വരുന്നത് ഈ ബ്രേക്ക് ഔട്ടിലല്ല, എപ്പോഴും സപ്പോർട്ടിലാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്. അങ്ങനെ ഈ ഒരു സിംഗിളോ കണക്കാക്കി നമുക്ക് അടുത്ത കോളിൽ നമുക്കൊരു എൻട്രി കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു എൻട്രി വന്നിട്ടില്ല. 102.90 നമുക്കൊരു 112 ആയിരിക്കും, അല്ലെങ്കിൽ 113 ആയിരിക്കും നമുക്കൊരു എൻട്രി അവിടെ നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ സ്വിംഗിലോ. നമുക്കൊരു 113 ആണെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് എൻട്രി വരുന്നത്. പക്ഷെ നമുക്ക് അവിടെ എൻട്രി കിട്ടിയിട്ടില്ല. ഇവിടെയൊക്കെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൂടുതലായിരിക്കും. സ്റ്റോപ്പ് ലോസ് കൂടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 10 to 12 പോയിന്റ്സ് ആണ് നമ്മളുടെ റിസ്ക് റിവാർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ നമ്മള് ഇവിടെ നമുക്ക് എൻട്രി വെച്ച് നമ്മൾ 24 പോയിന്റ് നമുക്കവിടെ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചിലപ്പം 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ട്രേഡ് ഈ 24 പോയിന്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് റിവാർഡ് അവിടെ മെയിൻറ്റെയിൻ ആകില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ലെവലിൽ വന്നാൽ മാത്രമേ എൻട്രി എടുക്കൂ എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് എൻട്രി ഇല്ല. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇന്നത്തെ ദിവസം നമുക്ക് അവിടേക്ക് വന്നില്ല, അതുകൊണ്ട് കോളിൽ നമുക്കൊരു എൻട്രി മിസ്സായി. പക്ഷെ പുട്ടില് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്.
എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക. നന്ദി.